മുദ്ര. യോഗയുടെ ലോകത്ത് നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു വാക്കാണിതല്ലേ? കേൾക്കുമ്പോൾ എന്തോ ഒരു നിഗൂഢതയൊക്കെ തോന്നാം. പക്ഷെ ഇതിനു പിന്നിൽ വലിയൊരു ശാസ്ത്രം തന്നെയുണ്ട്. അപ്പൊ എന്താണ് ശരിക്കും ഈ മുദ്രകള്? നമുക്കൊന്ന് നോക്കാം. ഞാൻ നിങ്ങളോട് യോഗമുദ്ര എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിവരുന്ന ചിത്രം എന്തായിരിക്കും? ഒരു സംശയവുമില്ല, മിക്കവാറും പേർക്കും ഒരു പ്രത്യേക ചിത്രം തന്നെയാവും ഓർമ്മ വരുന്നത്. അതെ, ഇതായിരിക്കും ആ ചിത്രം. ധ്യാനത്തിലിരിക്കുമ്പോൾ നമ്മുടെ കൈവിരലുകൾ കൊണ്ട് ചെയ്യുന്ന സിമ്പിളായ ഒരു ജെസ്ചർ. സത്യം പറഞ്ഞാൽ ഇതാണ് മുദ്രയെക്കുറിച്ചുള്ള ഏറ്റവും പോപ്പുലറായ ധാരണ. പക്ഷേ ഇത് കഥയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. എന്നാൽ നമ്മൾ പുരാതന ഹഠയോഗ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ അവിടെ മുദ്ര എന്ന് പറയുമ്പോൾ അവർ കാണിച്ചു തരുന്ന ചിത്രം ഇതാണ്. ഇത് കണ്ടോ? ഇത് വെറുമൊരു കൈവിരൽ തുമ്പിലെ കളിയല്ല, ശരീരം മുഴുവൻ ഉൾപ്പെടുന്ന വളരെ ശക്തമായ ഒരു പരിശീലനമാണ്. അപ്പോ നമുക്ക് ഈ കൈമുദ്രകൾ എന്ന ലളിതമായ ധാരണയിൽ നിന്ന് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാം. യഥാർത്ഥത്തിൽ എന്താണ് യോഗയിലെ മുദ്രകൾ? തീർച്ചയായും കൈകൾ കൊണ്ടുള്ള മുദ്രകൾക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. നമ്മളത് താന്ത്രിക ബുദ്ധമതത്തിലും പിന്നെ ഭരതനാട്യം പോലുള്ള ക്ലാസിക്കൽ നൃത്തരൂപങ്ങളിലുമൊക്കെ ഒരുപാട് കാണുന്നതാണ്. പക്ഷേ യോഗയുടെ കാര്യത്തിൽ ഇത് ഒരു വലിയ മഞ്ഞുമലയുടെ മുകളിൽ കാണുന്ന ഒരറ്റം മാത്രമാണ്. അപ്പോ എന്താണ് ആ മഞ്ഞുമല? യോഗയിലെ മുദ്രകൾ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലെ ഊർജ്ജപ്രവാഹത്തെ നിയന്ത്രിക്കുന്ന സീൽസ് അഥവാ അടപ്പുകളാണ്. ഈ മുദ്ര എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഭയങ്കര രസകരമാണ് കേട്ടോ. മുദ് എന്ന് വെച്ചാൽ ആനന്ദം, രാ എന്ന് വെച്ചാൽ നൽകുന്നത്. അപ്പൊ മുദ്ര എന്താണ്? ആനന്ദം നൽകുന്നത്. പക്ഷെ ശ്രദ്ധിക്കണം, ഇത് നമ്മൾ സാധാരണ പറയുന്ന സന്തോഷമല്ല, മറിച്ച് നമ്മുടെ സ്വന്തം ബോധം ഈ പ്രപഞ്ചബോധവുമായി ഒന്നായി ചേരുമ്പോൾ കിട്ടുന്ന അതിതീവ്രമായ ഒരു അനുഭവമാണ്. ഒരു യഥാർത്ഥ യോഗമുദ്ര എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായും ഈ 3 കാര്യങ്ങൾ ഒരുമിച്ചു വരണം. 1. ഒരു പ്രത്യേക ശരീരനില അഥവാ ആസനം. 2. ശരീരത്തിലെ ഊർജ്ജത്തെ ചില ഭാഗങ്ങളിൽ പൂട്ടിവെക്കുന്ന ബന്ധങ്ങൾ. പിന്നെ 3. ശ്വാസം ഉള്ളിലോ പുറത്തോ പിടിച്ചു നിർത്തുന്ന കുംഭകം. ഈ 3ഉം ചേരുമ്പോഴാണ് ഒരു മുദ്ര ശരിക്കും പൂർണ്ണമാകുന്നത്. ഈ 3 ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ശക്തവുമായ ഒന്നാണ് ബന്ധങ്ങൾ. അതുകൊണ്ട് നമുക്കതിലേക്ക് കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കാം. യോഗയിൽ ഒരുപാട് ബന്ധങ്ങളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട 3 ഇവയാണ്. ശരീരത്തിന്റെ ഏറ്റവും താഴെ ചെയ്യുന്ന മൂലബന്ധം, വയറിലുൾപ്പെടുന്ന ഉഡ്ഡ്ലാനബന്ധം, പിന്നെ തൊണ്ടയിൽ ചെയ്യുന്ന ജാലന്ധരബന്ധം. ഇതിന്റെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് നോക്കിക്കേ. യോഗരഹസ്യം എന്ന പുരാതന ഗ്രന്ഥത്തിൽ പറയുന്നത് ഈ 3 ബന്ധങ്ങളും ഇല്ലാതെ നിങ്ങൾ പ്രാണായാമം ചെയ്താൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നു മാത്രമല്ല, അത് ചിലപ്പോൾ രോഗങ്ങൾക്ക് വരെ കാരണമായേക്കാമെന്നാണ്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വാർണിംഗ് ആണ്. ഉഡ്ഡ്യാനബന്ധത്തിന് ഒരു ഉദാഹരണം നോക്കൂ. വയറിലെ പേശികളെ ശക്തമായി ഉള്ളിലേക്ക് വലിച്ച് നമ്മുടെ ജീവശക്തിയായ പ്രാണനെ മുകളിലേക്ക്, ശരിയായ ദിശയിലേക്ക് നയിക്കുന്ന ഒരു പ്രക്രിയയാണിത്. ഓക്കെ, എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്ര സങ്കീർണമായ ഈ പരിശീലനങ്ങളൊക്കെ ചെയ്യുന്നത്? ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്താണ്? അത് നമ്മളെ വളരെ ആഴത്തിലുള്ള ഒരു തലത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇതിന്റെ ആദ്യത്തെ ലക്ഷ്യം ഇതാണ്: നമ്മുടെ ജീവശക്തിയായ പ്രാണനെ നമ്മുടെ നട്ടെല്ലിന്റെ മധ്യത്തിലൂടെ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജനാഡിയായ സുഷുമ്നയിലേക്ക് കയറ്റിവിടുക. ഇത് നമ്മളെ കുണ്ഡലിനി എന്ന ആശയത്തിലേക്കാണ് എത്തിക്കുന്നത്. ചുരുണ്ടു കിടക്കുന്ന സർപ്പം എന്നൊക്കെ ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഓരോ മനുഷ്യനിലും ഉറങ്ങിക്കിടക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ തന്നെ അതിശക്തമായ സർഗാത്മക ശക്തിയാണിത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ 3 ബന്ധങ്ങളും ഒരുമിച്ച് പരിശീലിക്കുമ്പോൾ ഈ ഉറങ്ങിക്കിടക്കുന്ന കുണ്ഡലിനി ശക്തി ഉണരുകയും സുഷുമ്ന നാഡിയിലൂടെ മുകളിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്യും. ഈ യാത്ര ഒരു വ്യക്തിയെ പ്രപഞ്ചബോധം അഥവാ കോസ്മിക് കോൺഷ്യസ്നസ് എന്ന ഉയർന്ന അവസ്ഥയിലേക്കെത്തിക്കുമെന്നാണ് യോഗശാസ്ത്രം പറയുന്നത്. പക്ഷേ ഇത്രയും വലിയ ആശയങ്ങളെപ്പറ്റി പറയുമ്പോൾ ഒരു പ്രായോഗികമായ മുന്നറിയിപ്പ് കൂടി ആവശ്യമാണ്. ഈ പുരാതന ഗ്രന്ഥങ്ങളെല്ലാം അതേപടി അക്ഷരാർത്ഥത്തിലെടുക്കുന്നത് ചിലപ്പോൾ വലിയ അപകടമുണ്ടാക്കും. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഗ്രിഗർ മേല എന്നൊരു എഴുത്തുകാരൻ മതംഗമുദ്രയെക്കുറിച്ചുള്ള പുരാതന നിർദ്ദേശങ്ങൾ അതേപടി വായിച്ചെടുത്തു. എന്നിട്ട് ഒരു ഇന്ത്യൻ തടാകത്തിലിറങ്ങി നിന്ന് അത് പരിശീലിക്കാൻ തുടങ്ങി. എന്തായിരിക്കും ഫലം? അദ്ദേഹത്തിന് ജ്ഞാനോദയമൊന്നും കിട്ടിയില്ല. പകരം ആ തടാകത്തിലെ മലിനജലത്തിൽ നിന്ന് അമീബിക് ഡിസെൻട്രി എന്ന കഠിനമായ വയറിളക്കം പിടിവിട്ടു. ചിരിക്കാൻ വരട്ടെ, ഇതിൽ നിന്നും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിക്കാനുണ്ട്.
ഇതിന്റെ കാരണം സന്ധ്യാഭാഷ എന്നതാണ്. പുരാതന ഗ്രന്ഥങ്ങൾ പലപ്പോഴും എഴുതിയിരുന്നത് ഒരു തരം കോഡ് ഭാഷയിലായിരുന്നു. യോഗ്യതയില്ലാത്ത ആളുകളിൽ നിന്ന് ഈ ആഴത്തിലുള്ള അറിവുകൾ മറച്ചുവെക്കാൻ വേണ്ടിയായിരുന്നു അവർ ഇങ്ങനെ ചെയ്തിരുന്നത്. ഒരു ഉദാഹരണം പറയാം. ഹഠയോഗ പ്രദീപിക എന്ന ഗ്രന്ഥത്തിൽ ഒരിടത്ത് പശുവിന്റെ മാംസം കഴിക്കാൻ പറയുന്നുണ്ട്. ഇതിന്റെ അർത്ഥം ശരിക്കും പശുവിനെ കൊല്ലണം എന്നല്ല. അത് സന്ധ്യാഭാഷയാണ്. അതിന്റെ യഥാർത്ഥ അർത്ഥം നാക്ക് പിന്നോട്ട് മടക്കി അണ്ണാക്കിൽ വെക്കുക, അതായത് ഖേജാരി മുദ്ര ചെയ്യുക എന്നാണ്. കണ്ടില്ലേ വ്യത്യാസം? ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ പറയുന്നത് ഇത്തരം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പരിശീലനങ്ങൾ എപ്പോഴും അറിവുള്ളൊരു ഗുരുവിന്റെ മേൽനോട്ടത്തിൽ മാത്രമേ ചെയ്യാവൂ എന്ന്. പ്രത്യേകിച്ചും കുംഭകം, അതായത് ശ്വാസം പിടിച്ചുവെക്കുന്നത്, ഹൈ ബ്ലഡ് പ്രഷർ, ഹൃദ്രോഗം, ഗർഭാവസ്ഥ, അൾസർ പോലുള്ള പ്രശ്നങ്ങളുള്ളവർ ഇത് തീർച്ചയായും ഒഴിവാക്കണം. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, സൈക്കഡലിക് മരുന്നുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇത്തരം പരിശീലനങ്ങൾ ചെയ്യുന്നത് അങ്ങേയറ്റം അപകടകരമാണ്. ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ നമ്മൾ അവസാനം ഈ ഒരു ചോദ്യത്തിലാണ് എത്തിച്ചേരുന്നത്. ഈ പുരാതന വിദ്യകൾ ജ്ഞാനോദയത്തിലേക്കുള്ള ഒരു എളുപ്പവഴിയാണോ, അതോ ഓരോ ചുവടും വളരെ ശ്രദ്ധയോടെയും വിവേകത്തോടെയും മുന്നോട്ട് വെക്കേണ്ട ഒരു വിദഗ്ധനായ നാവികന് മാത്രം മനസ്സിലാവുന്ന ഒരു സങ്കീർണമായ ഭൂപടമാണോ? ഒരുപക്ഷേ ഉത്തരം രണ്ടാമത്തേതായിരിക്കാം.